എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഒരു ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹെയർ, അതായത് നമുക്ക് തലയിൽ ഒരുപാട് താരം കട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ, ചൊറിച്ചിൽ, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ. ഏറ്റവും മെയിനായിട്ട് മുടി കൊഴിയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? താരനുള്ളതുകൊണ്ട്. അപ്പോൾ ഈ താരൻ കുറച്ചാൽ മാത്രമേ നമ്മുടെ തലമുടി കൊഴിയുന്നത് നിൽക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഡാൻഡ്രഫ് കൂടുമ്പോഴത്തേനും തലമുടി പൊട്ടിപ്പോകും, തലമുടിക്ക് കട്ടി കുറയും. അങ്ങനെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് നമ്മുടെ ഡാൻഡ്രഫ് കൊണ്ടുണ്ടാകുന്നത്. പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, തലമുടി കൊഴിച്ചിലുണ്ടാകും, PCOD കൊണ്ടുണ്ടാകാം, അതുപോലെ തന്നെ ഹോർമോണിൻ്റെ ചേഞ്ചസ് കൊണ്ടൊക്കെ നമുക്ക് തലമുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകാം. ഡാൻഡ്രഫ്, പിന്നെ നമുക്ക് ഒരു ഏജ് ആകുമ്പോഴത്തേനും ഡാൻഡ്രഫ് കൂടും, എന്നിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് തല ചൊറിയും. പിന്നെ നമ്മൾ പണ്ടൊക്കെ ഉള്ള മുത്തശ്ശിമാരൊക്കെ പറയുന്ന, വല്യമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാം, തലമുടി നരയ്ക്കാനായിട്ട് നമ്മുടെ തല ഇങ്ങനെ ചൊറിയും, ഭയങ്കര തലചൊറിച്ചിലുണ്ടാകും. എൻ്റെ തല പേനൊന്നുമില്ല, പേനോ ഈരോ യാതൊരു കാര്യമില്ല, പക്ഷേ എൻ്റെ തല കിടന്ന് ഭയങ്കര ചൊറിച്ചിലാണെന്നൊക്കെ ചിലർ പറയാറുണ്ട്. അപ്പോൾ പണ്ടുള്ളവരോട് ചോദിക്കുമ്പോഴത്തേനും, മുത്തശ്ശിമാരോടൊക്കെ ചോദിക്കുമ്പോൾ അവരെന്നാ പറയുന്നത് അറിയോ? അതെന്നാണെന്നറിയോ? തലമുടി നരയ്ക്കാനായിട്ടാണ് ഈ ഒരു തല ചൊറിയുന്നത് എന്ന് പറയും. പക്ഷേ ചിലപ്പോൾ അങ്ങനെ ശരിയായിരിക്കാം കേട്ടോ. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നല്ലേ, ചിലപ്പോൾ അങ്ങനെയൊക്കെ പല പഴഞ്ചൊല്ലും സത്യമാകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്തായാലും താരം കൊണ്ടും നന്നായിട്ട് നമുക്ക് തല ചൊറിയും. അതുപോലെ തന്നെ ചില ഡാൻഡ്രഫ് ഉണ്ടല്ലോ, കുഴഞ്ഞിരിക്കും, എന്നിട്ട് ഭയങ്കര ബാഡ് സ്മെല്ലുള്ള ഡാൻഡ്രഫ് ഉണ്ട്. നമുക്ക് പിള്ളേരുടെ മുടിയൊക്കെ, ചിലവർക്ക് മുടിയൊക്കെ കെട്ടിക്കൊണ്ട് പോയിട്ട് ഈ താരം കാരണം മുടിക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും. എത്ര ഷാമ്പു ഇട്ട് കഴിയാലും ആ ഒരു സ്മെല്ല് പിന്നെയും നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും, അതുപോലെ തന്നെ എന്താ പറയുക, ചൊറിഞ്ഞ് തല പൊട്ടുന്നവരുണ്ട്. ഈ ഡാൻഡ്രഫ് മൂലം ചൊറിഞ്ഞിട്ട് സ്കാൽപ്പിൽ നിന്ന് ചോര വരാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഈ തയ്യാറാക്കുന്ന ഒരു പായ്ക്ക് ഇടയ്ക്കിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഇല്ലാതെ വരും. നല്ല അടിപൊളി റിസൾട്ടാണ്, നല്ലൊരു ഹെയർ പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസമാണ് വരുന്നത്. മുടി കൊഴിച്ചിൽ നിൽക്കും, താരനും പോവും. അപ്പം നമ്മൾ ഈ പിള്ളേർക്കൊക്കെ നമുക്ക് നമ്മളിത് തേച്ച് കൊടുക്കണം, തേച്ചിട്ട് നല്ല തേച്ച് പിടിപ്പിച്ചിരുത്തി കൊടുക്കണം, പിടിച്ചവിടെ ഇരുത്തണം. എന്നിട്ട് മക്കൾക്ക് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. നമുക്കും ചെയ്യാം. നമുക്കൊരു ഏജായി തുടങ്ങുമ്പോഴത്തേന് ഈ പ്രശ്നമെല്ലാം ഉണ്ടാകും. മുടി കൊഴിച്ചില്ല, മുടി പൊട്ടിപ്പോവുക, മുടി നരയ്ക്കുക, അതുപോലെ തന്നെ എന്താ പറയുക, താരൻ്റെ ശല്യം, ചൊറിച്ചിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ടും ഈ ഒരു ഹെയർ പാക്ക് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്, വേറെ ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചുറ്റുവട്ടത്ത് നമ്മൾ നമ്മുടെ മുറ്റത്തോട്ടിറങ്ങി ഒന്ന് കണ്ണോടിച്ചാലായിട്ട് ഈ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. നമ്മൾ വെറുതെ കാശ് കൊടുത്ത് മേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. പക്ഷേ എന്തായാലും നമുക്ക് ആ ഒരു ഹെയർ പായ്ക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെന്താണ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും മറന്നുപോല്ല കേട്ടോ. എന്താണ് ലൈക്ക് തരേണ്ട കാര്യം? നമ്മുടെ ഈ ഓരോ വീഡിയോയും എത്തുന്നത് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് മൂലമാണ്. അപ്പോൾ ആ ലൈക്ക് നിങ്ങൾ തരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ മുമ്പോട്ട് പോകത്തുള്ളൂ. നമുക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്കൂടെ കിട്ടട്ടല്ലേ, അതല്ലേ നമ്മുടെ ഒരു നല്ല മനസ്സ്. അപ്പോൾ നല്ല മനസ്സോടുകൂടി തന്നെ ഒരു ലൈക്ക് തരാനും മറന്നുപോകല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഹെയർ പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. വാ. ഇപ്പം നമ്മുടെ താരനും മുടി കൊഴിച്ചിലും പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ. വീട്ടിലുള്ള സാധനം മാത്രം മതി. അതിനായിട്ട് നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അലോവര ജെല്ല് ഇത്രയും നീളമുള്ള ഒരു കറ്റാർവാഴയുടെ പീസ് എടുത്തതിന് ശേഷം, പീസല്ല, ഒരു കറ്റാർവാഴ ഇത്ര നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു, കറയെല്ലാം കളഞ്ഞതിന് ശേഷം അതിൻ്റെ ജെല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് വേണ്ടത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കാം. പിന്നെ നമുക്കൊരു കർപ്പൂരത്തിൻ്റെ ക്യാപ്സൂളാണ് വേണ്ടത്. ഇതൊക്കെ നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങാടിക്കടയിൽ, നമ്മുടെ പലചരക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കർപ്പൂരത്തിൻ്റെ ക്യാപ്സൂൾ എല്ലാവർക്കും അറിയാമല്ലോ, അത് വേണം. അതുപോലെ തന്നെ നമുക്ക് ഒരു കൈപിടി കറിവേപ്പില വേണം. പിന്നെ നമുക്ക് ഒരു ചെമ്പരത്തിപ്പൂ 2-3 എണ്ണം വേണം. അതുപോലെ തന്നെ നമ്മുടെ തുളസിയില ഒരു കൈപിടി വേണം. അപ്പം ചെമ്പരത്തിപ്പൂ നമുക്ക് 3-4 എണ്ണം എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഴുകി ഞാൻ വെള്ളം വാലാൻ വെച്ചതിന് ശേഷം എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ നമ്മൾ എടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് അതിലുള്ള ചെമ്പരത്തി തന്നെ എടുക്കാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാവേ. അപ്പം ഞാനിതെല്ലാം കൂടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ശക്കല ഒന്ന് വെള്ളം തളിച്ചിട്ടാണ് അരച്ചത് കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടേണ്ടത്, നമ്മൾ ലിക്വിഡ് രൂപത്തിലാണ് കിട്ടേണ്ടത്. കുറച്ച് പേസ്റ്റും അല്ല, ഒരു ലിക്വിഡൂടെ കൂടിയ രൂപത്തിലാണ്, കാരണം നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. തലമുടി മൊത്തം തേച്ച് പിടിപ്പിക്കാവേ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ബൗളിനകത്ത് നമുക്ക് തലയിൽ തേക്കാൻ ആവശ്യത്തിന് എണ്ണയെടുത്ത്
നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം കേട്ടോ, നാടൻ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കണേ. അപ്പം നല്ല വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് ഒരു തലത്തേക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കാൻ വെക്കുക, ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കണം. അപ്പം നമ്മൾക്ക് വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം വേണം നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കാൻ. വെള്ളം കൂടിപ്പോയി, കുറച്ച് വെള്ളം മതി, ഇല്ലെങ്കിൽ ഒത്തിരി നേരം വേണം തിളയ്ക്കാൻ. അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തീ കുറച്ചിട്ടിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം. കാരണം നമുക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുന്നതിന് നല്ലത് ഡയറക്റ്റ് ചൂടാക്കുന്നത്, ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ട് തലയിൽ തേക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാവേ. അപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ എടുത്തിട്ടുണ്ട്, ചൂട് ഓയിലാണ്. അപ്പോൾ നമ്മുടെ അരച്ച് വെച്ച കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, ഈ കർപ്പൂരത്തിൻ്റെ ക്യാപ്സൂൾ നമ്മൾ ഈ ചൂടായ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മളിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കണം. നല്ല റിസൾട്ടാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡാൻഡ്രഫ് നന്നായിട്ട് പോകും, ചൊറിച്ചിൽ, തലയ്ക്കകത്തുള്ള ചൊറിച്ചിൽ പോകും. അതിനുള്ള എല്ലാമാണ് നമുക്ക് ഈ ചേർത്തേക്കുന്നത്. മുടി കൊഴിച്ചിൽ തടയാനായിട്ടും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഓയിലും കൂടെ ഈ ഒരു കൂട്ടിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഹെയർ പാക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി തലയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നമുക്ക് തലമുടിയിലാണ്, നമ്മൾ നല്ല സ്കാൽപ്പിലും തേക്കണം, മുടിയിലും തേക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, നല്ലപോലെ മുടിയുടെ ഉടക്ക്, ജട കളയണേ. നല്ല രീതിയിൽ നമ്മുടെ മുടിയിൽ ജട കളഞ്ഞാൽ മാത്രം, അതായത് ഉടക്ക് കളഞ്ഞാൽ മാത്രമേ നമ്മുടെ മുടിയിലൊന്നും തേച്ച് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മുടി എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴും നമ്മുടെ മുടി ഈ ഉടക്കില്ലാതെ, ഈ ജട കെട്ടിക്കിടക്കാതെ എപ്പോഴും നമ്മൾ ചീകുമ്പോൾ തന്നെ നല്ല രീതിയിൽ കോമ്പ് ഓടണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ മുടി എപ്പോഴും ഇരിക്കണം. ചിലവരുടെ മുടി ഉണ്ടല്ലോ, കെട്ടി വെച്ച് കഴിയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുരുക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ മുടി എപ്പോഴും എന്താ പറയുക, ഒരു എല്ലാം കൂടെ കൂട്ടി കെട്ടിക്കൊണ്ടിരിക്കും. അഴിച്ചിടുമ്പോൾ തന്നെ അത് ഉടക്കെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, മുടി നന്നായിട്ട് കോമ്പ് ചെയ്തിട്ട് നല്ലപോലെ ജടയെല്ലാം ഉടക്കെല്ലാം മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ നമ്മളിവിടെ കെട്ടി വെക്കണം. എന്നിട്ടൊരു ബണ്ണ് പോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉടക്കൊന്നും ഇല്ലാതെ അവിടെ നമ്മുടെ മുടി നല്ല ഇരുന്നോളും കേട്ടോ. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് എണ്ണ തേക്കുമ്പോഴത്തേനും ഇതുപോലെ നല്ല എണ്ണ വെച്ചിട്ട് വാഷ് ചെയ്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ അവിടെ നല്ലപോലെ കോമ്പ് ചെയ്തിട്ട് കെട്ടി വെക്കണം. ഉണങ്ങിക്കഴിഞ്ഞ് മാത്രമേ ചീവാവുള്ളൂ കേട്ടോ. നനഞ്ഞ മുടിയിലിട്ടിട്ട് കോമ്പിട്ട് ചീവരുത്, നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പം നമുക്ക് ഈ ഒരു സാധനം തേച്ച് പിടിപ്പിക്കാം. കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് ഈ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യമേ നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട് തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ വെച്ചൊക്കെ തേക്കാം കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ കൈ വെച്ച് തേച്ച് പിടിപ്പിക്കുന്നത് എനിക്ക് ശീലമായി. നമുക്കിങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമുക്ക് പെട്ടെന്ന് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വകഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് ടെയിൽ കോമ്പ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കോമ്പ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. നല്ലൊരു മണമാണ് നമ്മുടെ തുളസിയിലയും. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിനകത്ത് വേണേൽ പനിക്കൂർക്കയിലും ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമ്മുടെ കർപ്പൂരത്തിൻ്റെ ക്യാപ്സൂളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല ഒരു സ്മെല്ലാണ്. നമ്മളിതുപോലെ വകഞ്ഞ് തന്നെ എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തേച്ച് പിടിക്കും. ഞാനിങ്ങനെ എളുപ്പമെടുത്തിന് ശീലമാണ് കേട്ടോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവർ പതുക്കെ ചെയ്താൽ മതി. ഞാനിങ്ങനെ തന്നെ ശീലിച്ചു പോയി. തേക്കാം ഇങ്ങനെ എടുത്തിട്ട് കൈ പൊക്കി പിടിക്കുമ്പോഴത്തേന് നല്ല കൈക്ക് വേദന എനിക്ക്. അങ്ങനെയുള്ളവരൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് തേക്കുക. അപ്പോൾ ഞാൻ സ്കാൽപ്പിലെല്ലാം തേച്ചു. ഇനി ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യണം, സ്കാൽപ്പിൽ തേച്ചതിന് ശേഷം നമുക്ക് എന്നാ ചെയ്യേണ്ടത്, നന്നായിട്ടൊന്ന് മുടി ഇങ്ങനെ ചീവണം. ചീവി കഴിയുമ്പോൾ നമ്മുടെ ആ മൊത്തം സ്കാൾപ്പിലോട്ടൊക്കെ നന്നായിട്ട് ഈ ഒരു പായ്ക്കെല്ലാം നന്നായിട്ട് ഇറങ്ങും. പുറകോട്ടെല്ലാം നന്നായിട്ടൊന്ന് ചീവണം. നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് നല്ലതായിട്ടൊന്ന് ചീവി കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം ഒരു മിനിറ്റ് നന്നായിട്ട് ചീവണേ. നമുക്ക് ആ താരനൊക്കെ ഉണ്ടെങ്കിലൊന്ന് ഇളകും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും. ഒക്കെ ഉള്ളത് നമുക്ക് മുടിയുടെ താഴോട്ട് തേച്ച് കൊടുക്കാം.
അപ്പോൾ ഞാൻ മുടിയിൽ മൊത്തം തേച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കാം. അപ്പം മസാജ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ നേരത്തെയൊക്കെ കാണിച്ചിട്ടുള്ളതാണ് മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഇത് ഇങ്ങനെ മസാജ് ചെയ്യുക. അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്യുക. ഇങ്ങനെയൊക്കെ കൈ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു കൈ വിട്ടിട്ട്, ഞാനിങ്ങനെയാണ് കേട്ടോ, ഒരു കൈ കഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യും, പിന്നെ ഈ കൈ വെച്ച് ഇങ്ങനെ ചെയ്യും. കാരണം നമുക്ക് കൈ കഴപ്പുണ്ടാവുമല്ലോ, ചെറുപ്പമല്ലല്ലോ, നമുക്കിതുപോലെ കൈ സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട്. അപ്പം ഞാൻ കൈക്ക് വേണ്ടിയിട്ട് എക്സസൈസ് ഇങ്ങനെ പൊക്കുകയും താക്കുകയും ഒക്കെ ചെയ്യുന്ന എക്സസൈസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടൊക്കെയാണ് കൈക്ക് വേദന മാറിക്കിടുന്നത്. അപ്പോൾ ഇവിടെ ഒരു എൻ്റെ കൈ വീണ് കഴിഞ്ഞപ്പോൾ പുറകിലോട്ട് ഇനി തിരിഞ്ഞു പോയി കൈ. അപ്പം തൊട്ടുണ്ടായതാണ് ഈ പ്രശ്നം. നമുക്ക് പിന്നെ എല്ലാം നമ്മൾ ഈ വലത് കൈ കൊണ്ടല്ലേ ചെയ്യുന്നത്. പാചകമൊക്കെ ചെയ്യുമ്പോഴെല്ലാം വലത് കൈ ഉപയോഗിച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും സ്ട്രെയിൻ ഈ വലത് കൈക്കുണ്ടാകും. നമുക്ക് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് തന്നെ നമുക്ക് മസാജ് ചെയ്യണം. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളെന്താണ്, മസാജ് ചെയ്യലാണ് ഏറ്റവും മെയിൻ കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലും നല്ല റിസൾട്ട് കിട്ടണം, നമുക്ക് മസാജ് ചെയ്യണം അല്ലേ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്നാ വെറുതെ ഈ പായ്ക്കങ്ങ് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു, ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കുക, അങ്ങ് കഴുകിക്കളഞ്ഞു, ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെ മസാജ് കൊടുക്കാം. ഇഷ്ടമുള്ള മസാജൊക്കെ നമുക്ക് കൊടുക്കാം. ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയാണ് നമ്മൾ ഈ മസാജ് കൊടുക്കുന്നത്. അപ്പോൾ റൂട്ടിലോട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു പായ്ക്കും കാര്യങ്ങളും പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 5 മിനിറ്റോളം നമ്മൾ മസാജ് കൊടുക്കുക കേട്ടോ. കോമ്പ് ചെയ്തിട്ട് മുടി കെട്ടി വെക്കുക. നല്ലപോലെ മുടി ഇങ്ങനെ കെട്ടി വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു ഷവർ ക്യാപ്പ് വേണമെങ്കിൽ ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ നന്നായിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് കളയണം. ആദ്യമേ നല്ല രീതിയിൽ പ്ലെയിൻ വാഷ് ചെയ്യണം. എന്നിട്ട് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച്, വളരെ വീര്യം കുറഞ്ഞ ഹെർബൽ ഷാമ്പു ഉപയോഗിച്ച് മൈൽഡായിട്ട് വാഷ് ചെയ്ത് കളയുക കേട്ടോ. വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മസ്റ്റായിട്ട് കണ്ടീഷണർ ഉപയോഗിക്കാൻ മറക്കല്ല കേട്ടോ. ഒരു 5 മിനിറ്റ് കണ്ടീഷണർ മുടിയുടെ പുറത്തൂടെ അപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ ഷാമ്പു വാഷ് മിക്കവർക്കും അറിയത്തില്ല. അപ്പോൾ വാട്സപ്പിലുള്ള ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങൾ ഷാമ്പു അല്ല ഡയറക്റ്റാണ് തേക്കുന്നതെന്ന് പറയുന്നത്. വെള്ളം ഒന്നും ചേർക്കാതെ അങ്ങ് തേക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഷാമ്പു ചെയ്യുന്നത് എങ്ങനെയാണ്, നല്ല രീതിയിൽ പതപ്പിച്ച്, അതായത് കുറച്ച് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഷാമ്പു തലയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് തേക്കരുത്. അങ്ങനെ തേച്ചതിന് ശേഷം ഒരു 2-3 ഡ്രോപ്സ്, ഒരുപാട് മുടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു 3-4 ഡ്രോപ്സ് ഷാമ്പൂ മതി. കുറച്ച് മുടിയിലൊക്കെ 1-2 ഡ്രോപ്സ് ഷാമ്പൂ മതി. എന്നിട്ട് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊരു നമ്മൾ കപ്പ് കുളിക്കാൻ ഉപയോഗിക്കുന്ന കപ്പില്ലേ, അതിനകത്തൊരു ഇടം വരെ വെള്ളവും ബാക്കി ഷാമ്പൂ കൂടെ മിക്സ് ചെയ്ത്, ഷാമ്പൂ 1-2 തുള്ളിയുടെ മിക്സ് ചെയ്തതിന് ശേഷം ഷാമ്പു വാഷ് ചെയ്യുക. അതിനുശേഷം നല്ലപോലെ കഴുകിക്കളയുക. അതിനുശേഷം 5 മിനിറ്റ് കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. കണ്ടീഷണർ വെള്ളമൊന്നും ചേർക്കില്ലേ. അപ്പോൾ ഒരുപാട് പേര് കണ്ടീഷണർ അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട്. അപ്പോൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡയറക്റ്റ് തേക്കുക. അതായത് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതൊരു ക്രീമി പരുവമാണ്. അതുകൊണ്ട് അത് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ടീഷണർ ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് നമ്മുടെ തലമുടിയുടെ പുറമേ മാത്രം തേച്ച് പിടിപ്പിക്കുക മൊത്തം. ഇത് നമുക്കൊന്ന് മിൽക്ക് ചെയ്യാന്ന് പറയും. നമ്മൾ വെള്ളം കോരാൻ ഉപയോഗിക്കത്തില്ലേ, വെള്ളം കോരാൻ നമ്മൾ എങ്ങനെയാണ് കൈകൊണ്ട് ചെയ്യുന്നത്, അതേ രീതിയിൽ 2 സൈഡിലോട്ട് മുടി ഇട്ടതിന് ശേഷം നമ്മൾ മിൽക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒന്ന് എടുക്കുക. അപ്പം നമ്മുടെ മുടിയിലോട്ട് ആ ഒരു കണ്ടീഷണർ പിടിക്കും. എന്നിട്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ മിൽക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊന്ന് കെട്ടി വെക്കുക. കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഈ ആദ്യമേ തന്നെ നമ്മൾ ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുക. ഷാമ്പു വാഷ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്തതിന് ശേഷം കെട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ദേഹം എല്ലാം തേച്ച് നമ്മൾ കുളിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തല കുളിക്കാൻ നേരം നമ്മൾ ഒരു കണ്ടീഷണർ വാഷ് ചെയ്ത് കളഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കൊരു 5 മിനിറ്റ് സമയം കിട്ടും. നമ്മുടെ മുടിയിൽ 5-6 മിനിറ്റോ ഒക്കെ സമയം കിട്ടും. നമ്മുടെ മുടിയിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അത് കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഷാമ്പു നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ കുളിക്കാൻ കയറുന്നത്. അപ്പോൾ നമ്മൾ ഷാമ്പു വാഷ് ചെയ്യണം. ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കെട്ടി വെച്ചേക്ക്. എന്നിട്ട് നമ്മുടെ ദേഹം എല്ലാം തേച്ച് കഴിഞ്ഞ് തല കഴുകാൻ നേരത്ത് ഇതങ്ങ് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ കറക്റ്റ് ടൈം നമുക്ക് കിട്ടുകയും ചെയ്യും. അതിന് വേറെ സ്പെഷ്യലായിട്ടുള്ള ടൈമൊന്നും വേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പലർക്കും അതറിയത്തില്ല, സമയമില്ല, അങ്ങനെ ചെയ്യാൻ സമയമില്ല, ഇങ്ങനെ ചെയ്യാൻ സമയമില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. സമയമുണ്ട്, എല്ലാവർക്കും സമയം കണ്ടെത്താൻ പറ്റും. നമ്മളെല്ലാ കാര്യത്തിനും സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനും പറ്റും. നമ്മുടെ ഹെൽത്തിനും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് സമയം കണ്ടെത്താം എന്തായാലും അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്തു പോവുക. ഇനി ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം ഞാൻ മുടി കാണിക്കാം. ഓക്കെ.
അപ്പം ഞാൻ എൻ്റെ മുടിയെല്ലാം വാഷ് ചെയ്ത് നന്നായിട്ട് ഉണക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള മുടി വളർച്ചയ്ക്ക്, മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. അതുപോലെ തന്നെ താരനെല്ലാം മാറി നല്ല ക്ലീൻ ആവും സ്കാൽപ്പ്. അതുപോലെ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ, നല്ലൊരു മണമാണ്. കാരണം നമ്മുടെ ആ ഒരു പനിക്കൂർക്ക ചേർക്കാം കേട്ടോ വേണമെങ്കിൽ. തുളസിയിലയും അതുപോലെ തന്നെ നമ്മുടെ കർപ്പൂരം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ചേർത്തുകൊണ്ട് എന്താണ് നല്ലൊരു മണമാണ്. വെളിച്ചെണ്ണയ്ക്കകത്തെല്ലാം മിക്സ് ചെയ്യുന്നൊരു പായ്ക്കല്ലേ, അപ്പോൾ നല്ലൊരു മണമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഈ ഡാൻഡ്രഫ് മൂലം മുടിയൊക്കെ കെട്ടി വെച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. അത് നമുക്ക് പിന്നെ പ്രായമായവർക്കും ആർക്കും ഉണ്ടാകാം ഇങ്ങനെ ഒരു ബാഡ് സ്മെല്ല് ഈ ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാലായിട്ട്. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നല്ലൊരു പായ്ക്കാണ്. അതുപോലെ നല്ല രീതിയിൽ തിക്കായിട്ട് മുടി വളരും. ഇത് ഇടയ്ക്കിട്ട് പോവുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് മുടി വളർച്ച ഉണ്ടാകും. നമുക്കിത് ഇടയ്ക്കിട്ട് പോവുകയാണ് നല്ല രീതിയിൽ നമുക്ക് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളും മുടി വളർച്ചയൊക്കെ ഉണ്ടാകും. അപ്പം ഞാനിങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തു പോകും. നല്ല തിക്കായിട്ട് നമുക്ക് നല്ലപോലെ നമ്മുടെ മുടി ഇതുപോലെ വളർന്ന് കിട്ടും. അതിനൊക്കെ നല്ലൊരു പായ്ക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.